ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 50 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. കള്ളനും കൊലപാതകിയും, ബി. മോഷ്ടാവും കവർച്ചക്കാരനും, സി. ദുഷ്ടനും കവർച്ചക്കാരനും, ഡി. കള്ളനും കവർച്ചക്കാരനും. ഉത്തരം ഡി. കള്ളനും കവർച്ചക്കാരനും. ചോദ്യം 2. കള്ളനും കവർച്ചക്കാരനും ആട്ടിൻ തൊഴുത്തിലേക്ക് കടക്കുന്നത് ഏതു വഴിയിലൂടെയാണ് എന്നാണ് യേശു പറയുന്നത്? എ. പിൻവാതിലിലൂടെ, ബി. വളഞ്ഞ വഴിയിലൂടെ, സി. വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക്, ഡി. ദുർഘടമായ മറ്റു വഴികളിലൂടെ. ഉത്തരം സി. വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക്. ചോദ്യം 3. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആരെന്നാണ് യേശു പറയുന്നത്? എ. ഉടമസ്ഥൻ, ബി. ഇടയൻ, സി. ദൈവം തിരഞ്ഞെടുത്തവൻ, ഡി. സ്നേഹിതൻ. ഉത്തരം ബി. ഇടയൻ. ചോദ്യം 4. ഇടയൻ ആട്ടിൻ തൊഴുത്തിലേക്ക് വരുമ്പോൾ എത്ര കാര്യങ്ങൾ സംഭവിക്കുന്നതായാണ് യോഹന്നാൻ 10:3 യേശു പറയുന്നത്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം സി. 4. ചോദ്യം 5. യോഹന്നാൻ 10:3 പ്രകാരം ഇടയൻ ആട്ടിൻ തൊഴുത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കാത്ത കാര്യം ഏത്? എ. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു, ബി. ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, സി. ആടുകളെ എണ്ണി നോക്കുന്നു, ഡി. ആടുകളെ പുറത്തേക്ക് നയിക്കുന്നു. ഉത്തരം സി. ആടുകളെ എണ്ണി നോക്കുന്നു. ചോദ്യം 6. ആടുകൾ ഇടയനെ അനുഗമിക്കാനുള്ള കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? എ. ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട്, ബി. ഇടയൻ ആടുകളെ സ്നേഹിക്കുന്നതുകൊണ്ട്, സി. ആടുകൾ ഇടയനെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഡി. ഇടയൻ്റെ ഭാഷ തിരിച്ചറിയുന്നതുകൊണ്ട്. ഉത്തരം എ. ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട്. ചോദ്യം 7. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ ആടുകൾ ആരിൽ നിന്ന് ഓടി അകലും എന്നാണ് യേശു പറയുന്നത്? എ. അന്യരിൽ നിന്ന്, ബി. അജ്ഞാതരിൽ നിന്ന്, സി. കള്ളന്മാരിൽ നിന്ന്, ഡി. അപരിചിതനിൽ നിന്ന്. ഉത്തരം ഡി. അപരിചിതനിൽ നിന്ന്. ചോദ്യം 8. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു, എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. യോഹന്നാൻ 10:6. ഉപമ ഏത്? എ. നാണയത്തിൻ്റെ ഉപമ, ബി. കൃഷിക്കാരൻ്റെ ഉപമ, സി. ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ, ഡി. വിതക്കാരൻ്റെ ഉപമ. ഉത്തരം സി. ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ചോദ്യം 9. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 2-ാം ശീർഷകം എന്ത്? എ. ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ, ബി. നല്ല ഇടയൻ, സി. യേശു ദൈവപുത്രൻ, ഡി. യേശുവിനെ വധിക്കാൻ ആലോചന. ഉത്തരം ബി. നല്ല ഇടയൻ. ചോദ്യം 10. ഇടയനെയും ആടുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഗ്രന്ഥഭാഗം ഏത്? എ. ജെറമിയ 23, എസെക്കിയേൽ 34, ബി. ജെറമിയ 24, എസെക്കിയേൽ 34, സി. ജെറമിയ 23, എസെക്കിയേൽ 44, ഡി. ജെറമിയ 33, എസെക്കിയേൽ 34. ഉത്തരം എ. ജെറമിയ 23, എസെക്കിയേൽ 34. ചോദ്യം 11. യോഹന്നാൻ 10:7 പ്രകാരം താൻ ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. ലോകത്തിൻ്റെ പ്രകാശം, ബി. ജീവൻ്റെ അപ്പം, സി. ആടുകളുടെ വാതിൽ, ഡി. നല്ല ഇടയൻ. ഉത്തരം സി. ആടുകളുടെ വാതിൽ.
ചോദ്യം 12. തനിക്ക് മുമ്പേ വന്നവർ ആരായിരുന്നു എന്നാണ് യോഹന്നാൻ 10:8 യേശു പ്രഖ്യാപിക്കുന്നത്? എ. കള്ളന്മാരും കവർച്ചക്കാരും. ബി. മോഷ്ടാക്കളും കൊലപാതകികളും. സി. സ്വമേധയാ വന്നവർ. ഡി. കള്ളന്മാരും കൊലപാതകികളും. ഉത്തരം എ. കള്ളന്മാരും കവർച്ചക്കാരും. ചോദ്യം 13. പൂരിപ്പിക്കുക. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ ഡാഷ്, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ഡാഷ് കണ്ടെത്തുകയും ചെയ്യും. എ. രക്ഷിക്കപ്പെടും, മേച്ചിൽ സ്ഥലം. ബി. രക്ഷ പ്രാപിക്കും, ഇടയനെ. സി. രക്ഷ പ്രാപിക്കും, മേച്ചിൽ സ്ഥലം. ഡി. സത്യവാനാണ്, മേച്ചിൽ സ്ഥലം. ഉത്തരം സി. രക്ഷ പ്രാപിക്കും, മേച്ചിൽ സ്ഥലം. ചോദ്യം 14. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. യോഹന്നാൻ 10:9. സമാന വാക്യം ഏശയ്യായുടെ പുസ്തകത്തിൽ ഏത്? എ. ഏശയ്യ 11:40. ബി. ഏശയ്യ 14:11. സി. ഏശയ്യ 40:21. ഡി. ഏശയ്യ 40:11. ഉത്തരം ഡി. ഏശയ്യ 40:11. ചോദ്യം 15. എന്തിനൊക്കെ വേണ്ടിയാണ് കള്ളൻ വരുന്നത് എന്നാണ് യേശു പറയുന്നത്? എ. മോഷ്ടിക്കാനും കൊല്ലാനും. ബി. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. സി. മോഷ്ടിക്കാനും നശിപ്പിക്കാനും. ഡി. മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കാനും. ഉത്തരം ബി. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. ചോദ്യം 16. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നതെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് യേശു പറയുന്നത്? എ. ജീവനുണ്ടാകാനും അത് സകലർക്കും ഉണ്ടാകാനും. ബി. സംരക്ഷിക്കാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. സി. ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. ഡി. ജീവനുണ്ടാകാനും അത് ധാരാളമായി ഉണ്ടാകാനും. ഉത്തരം സി. ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. ചോദ്യം 17. നല്ല ഇടയൻ്റെ പ്രത്യേകത എന്താണ്? എ. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ബി. ആടുകളോടുകൂടെയായിരിക്കുന്നു. സി. ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. ഡി. ആടുകളെ വഴി നടത്തുന്നു. ഉത്തരം എ. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ചോദ്യം 18. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ ആരാണ് ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്? എ. വേലക്കാരൻ. ബി. ജോലിക്കാരൻ. സി. ഇടയൻ. ഡി. കൂലിക്കാരൻ. ഉത്തരം ഡി. കൂലിക്കാരൻ. ചോദ്യം 19. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ എന്തു ചെയ്യുന്നു? എ. ആടുകളെ സംരക്ഷിക്കുന്നു. ബി. ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. സി. ചെന്നായ്ക്കളെ ഓടിക്കുന്നു. ഡി. ആടുകളുമായി ഓടിപ്പോകുന്നു. ഉത്തരം ബി. ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചോദ്യം 20. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ഓടിപ്പോയി കഴിഞ്ഞാൽ ചെന്നായ പിന്നീട് എന്ത് ചെയ്യുന്നു? എ. ആടുകളെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. ബി. ആടുകളെ കൊന്നു തിന്നുന്നു. സി. ആടുകളെ ഓടിച്ചു കളയുന്നു. ഡി. ആടുകളെ പിടിക്കാൻ പതിയിരിക്കുന്നു. ഉത്തരം എ. ആടുകളെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. ചോദ്യം 21. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകാനുള്ള പ്രധാന കാരണം എന്താണ്? എ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ. ബി. ഭീരുവായതുകൊണ്ട്. സി. മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതിന്. ഡി. ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ട്. ഉത്തരം ഡി. ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ട്. ചോദ്യം 22. താൻ ആരെന്നാണ് യോഹന്നാൻ 10:14 യേശു പ്രഖ്യാപിക്കുന്നത്? എ. ആടുകളുടെ വാതിൽ.
ബി നല്ല ഇടയനാണ്, സി ലോകത്തിൻ്റെ പ്രകാശം, ഡി ജീവൻ്റെ അപ്പം. ഉത്തരം ബി നല്ല ഇടയനാണ്. ചോദ്യം 23 പൂരിപ്പിക്കുക. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ ഡാഷ് എനിക്കുള്ളവ എന്നെയും അറിയുന്നു. എ എനിക്കുള്ളവയെയും, ബി ആടുകളെയും, സി മറ്റുള്ളവരെയും, ഡി അയച്ചവനെയും. ഉത്തരം എ എനിക്കുള്ളവയെയും. ചോദ്യം 24 ആടുകൾക്ക് വേണ്ടി താൻ എന്ത് ചെയ്യും എന്നാണ് യോഹന്നാൻ 10:15 യേശു പ്രഖ്യാപിക്കുന്നത്. എ തന്നെ തന്നെ അർപ്പിക്കുന്നു, ബി സർവ്വതും അർപ്പിക്കുന്നു, സി സ്വയം ബലിയാകുന്നു, ഡി ജീവൻ അർപ്പിക്കുന്നു. ഉത്തരം ഡി ജീവൻ അർപ്പിക്കുന്നു. ചോദ്യം 25 തൻ്റെ സ്വരം ശ്രവിച്ച് ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളെ കൂടി കൊണ്ടുവന്ന് അവസാനം എന്തായിത്തീരും എന്നാണ് യേശു പറയുന്നത്. എ ഒരാട്ടിൻപറ്റവും ഒരിടയനും, ബി ഒരിടയനും ഒരാട്ടിൻപറ്റവും, സി ഒരാട്ടിൻപറ്റവും ഒരു നേതാവും, ഡി ഒരു രാജാവും ഒരു രാജ്യവും. ഉത്തരം എ ഒരാട്ടിൻപറ്റവും ഒരിടയനും. ചോദ്യം 26 യോഹന്നാൻ 10:20 യേശുവിനെപ്പറ്റി യഹൂദർ പറഞ്ഞതെന്ത്? എ ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ബി അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, സി ഇവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു, ഡി അവന് പിശാചുണ്ട്, അവന് സുബോധമില്ല. ഉത്തരം ബി അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. ചോദ്യം 27 ഈ വാക്കുകൾ പിശാച് ബാധിതൻ്റേതല്ല എന്നതിന് കാരണമായി മറ്റുള്ളവർ പറഞ്ഞതെന്താണ്? എ പിശാചിന് അന്ധരുടെ കണ്ണുകൾ തുറക്കുവാൻ കഴിയുമോ, ബി പിശാചിന് മുടന്തനെ സൗഖ്യമാക്കാൻ കഴിയുമോ, സി പിശാചിന് ചെകിടരുടെ ചെവി തുറക്കാൻ കഴിയുമോ, ഡി പിശാചിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുമോ. ഉത്തരം എ പിശാചിന് അന്ധരുടെ കണ്ണുകൾ തുറക്കുവാൻ കഴിയുമോ. ചോദ്യം 28 പ്രതിഷ്ഠയുടെ തിരുനാളിന് യഹൂദർ പറയുന്ന പേര് എന്ത്? എ കൂടാരത്തിരുന്നാൾ, ബി പെസഹ തിരുനാൾ, സി ഹനുക്ക, ഡി യോം കിപ്പൂർ. ഉത്തരം സി ഹനുക്ക. ചോദ്യം 29 ജെറൂസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ ആഘോഷിച്ചത് ഏത് കാലത്തായിരുന്നു? എ മഴക്കാലത്ത്, ബി ശീതകാലത്ത്, സി വേനൽക്കാലത്ത്, ഡി വസന്തകാലത്ത്. ഉത്തരം ബി ശീതകാലത്ത്. ചോദ്യം 30 നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും എന്ന് യഹൂദർ യേശുവിനോട് ചോദിച്ചത് എവിടെ വെച്ചാണ്? എ സോളമൻ്റെ മണ്ഡപത്തിൽ, ബി സിനഗോഗിൽ, സി ദേവാലയ അങ്കണത്തിൽ, ഡി ഗലീലിയിൽ വെച്ച്. ഉത്തരം എ സോളമൻ്റെ മണ്ഡപത്തിൽ. ചോദ്യം 31 യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി വ്യക്തമായി ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടത് എന്താണ്? എ നീ ദൈവപുത്രനാണോ എന്ന്, ബി വരാനിരിക്കുന്നവൻ നീ തന്നെയോ, സി നീ ദാവീദിൻ്റെ പുത്രനാണോ, ഡി നീ ക്രിസ്തുവാണോ എന്ന്. ഉത്തരം ഡി നീ ക്രിസ്തുവാണോ എന്ന്. ചോദ്യം 32 നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്തെന്നാണ് യേശു യഹൂദരോട് പറയുന്നത്? എ പിശാചിൻ്റെ മക്കളായതുകൊണ്ട്, ബി പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തതുകൊണ്ട്, സി എൻ്റെ വചനത്തിൽ നിലനിൽക്കാത്തതുകൊണ്ട്, ഡി എൻ്റെ ആടുകളിൽ പെടുന്നവരല്ലാത്തതിനാൽ. ഉത്തരം ഡി എൻ്റെ ആടുകളിൽ പെടുന്നവരല്ലാത്തതിനാൽ. ചോദ്യം 33 യോഹന്നാൻ 10:27 പ്രകാരം സ്വന്തം ആടുകളെക്കുറിച്ച് യേശു പറയാത്തതെന്ത്? എ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, ബി എൻ്റെ മുമ്പേ നടക്കുന്നു, സി എന്നെ അനുഗമിക്കുന്നു, ഡി എനിക്ക് അവയെ അറിയാം. ഉത്തരം ബി എൻ്റെ മുമ്പേ നടക്കുന്നു.
ചോദ്യം 34. യോഹന്നാൻ 10:27-28 സ്വന്തം ആടുകളെക്കുറിച്ച് യേശു എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? എ 4, ബി 5, സി 6, ഡി 7. ഉത്തരം സി 6. ചോദ്യം 35. വാക്യം ഏത്? യോഹന്നാൻ 10:30. എ ഞാനും പിതാവും ഒന്നാണ്, ബി പിതാവും ഞാനും ഒന്നാണ്, സി ഞാൻ നല്ല ഇടയനാണ്, ഡി ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഉത്തരം എ ഞാനും പിതാവും ഒന്നാണ്. ചോദ്യം 36. ഞാനും പിതാവും ഒന്നാണ് യോഹന്നാൻ 10:30 എന്ന് പറഞ്ഞപ്പോൾ യഹൂദർ എന്താണ് ചെയ്തത്? എ ഫരിസേയരെ ഈ വിവരം അറിയിച്ചു, ബി ദേവാലയത്തിൽ നിന്നും പുറത്താക്കി, സി അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു, ഡി സിനഗോഗിൽ നിന്നും പുറത്താക്കി. ഉത്തരം സി അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. ചോദ്യം 37. യേശുവിനെ എറിയാൻ വീണ്ടും കല്ലെടുത്തതിൻ്റെ കാരണമായി യഹൂദർ പറഞ്ഞതെന്താണ്? എ കലാപത്തിന് കാരണമാകുന്നു, ബി ദൈവദൂഷണം മൂലം, സി ഫരിസേയരെ വിമർശിക്കുന്നു, ഡി നിയമം ലംഘിക്കുന്നു. ഉത്തരം ബി ദൈവദൂഷണം മൂലം. ചോദ്യം 38. യേശുവിൻ്റെ ഏത് പ്രവൃത്തിയെയാണ് യഹൂദർ ദൈവദൂഷണമായി കണക്കാക്കിയത്? എ സാബത്ത് ലംഘിക്കുന്നു, ബി അധികാരികളെ വിമർശിക്കുന്നു, സി ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു, ഡി തന്നെത്തന്നെ ദൈവമാക്കുന്നു. ഉത്തരം ഡി തന്നെത്തന്നെ ദൈവമാക്കുന്നു. ചോദ്യം 39. നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യോഹന്നാൻ 10:34. പഴയ നിയമത്തിൽ എവിടെയാണ് ഇപ്രകാരം പറയുന്നത്? എ സങ്കീർത്തനങ്ങൾ 86:2, ബി സങ്കീർത്തനങ്ങൾ 62:8, സി സങ്കീർത്തനങ്ങൾ 82:6, ഡി സങ്കീർത്തനങ്ങൾ 28:6. ഉത്തരം സി സങ്കീർത്തനങ്ങൾ 82:6. ചോദ്യം 40. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ എന്ത് വിളിച്ചു എന്നാണ് യേശു പറയുന്നത്? എ ദൈവമക്കൾ, ബി ദൈവങ്ങൾ, സി വിശുദ്ധർ, ഡി പ്രവാചകർ. ഉത്തരം ബി ദൈവങ്ങൾ. ചോദ്യം 41 പൂരിപ്പിക്കുക. അങ്ങനെയെങ്കിൽ പിതാവ് ഡാഷ് ലോകത്തിലേക്ക് അയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ഡാഷ് പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? എ വിശുദ്ധീകരിച്ച് ദൈവദൂഷണം, ബി തിരഞ്ഞെടുത്ത് ദൈവദൂഷണം, സി വിശുദ്ധീകരിച്ച് അസത്യം, ഡി അനുഗ്രഹിച്ച് ദൈവദൂഷണം. ഉത്തരം എ വിശുദ്ധീകരിച്ച് ദൈവദൂഷണം. ചോദ്യം 42. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തുകൊള്ളൂ എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്? എ എന്നെ വിശ്വസിക്കേണ്ട, ബി എന്നെ അയച്ചവനിൽ വിശ്വസിക്കേണ്ട, സി എൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കേണ്ട, ഡി എൻ്റെ വചനത്തിൽ വിശ്വസിക്കേണ്ട. ഉത്തരം എ എന്നെ വിശ്വസിക്കേണ്ട. ചോദ്യം 43. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും എന്തിൽ വിശ്വസിക്കാനാണ് യേശു യഹൂദരോട് ആഹ്വാനം ചെയ്യുന്നത്? എ എൻ്റെ പ്രവൃത്തികളിൽ, ബി എൻ്റെ വചനത്തിൽ, സി മോശയുടെ നിയമത്തിൽ, ഡി എൻ്റെ പിതാവിൽ. ഉത്തരം എ എൻ്റെ പ്രവൃത്തികളിൽ. ചോദ്യം 44. എന്ത് ചെയ്താലാണ് പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യുക എന്ന യേശു പറയുന്നത്? എ എൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ, ബി എൻ്റെ വചനം അനുസരിച്ചാൽ, സി എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിച്ചാൽ, ഡി വചനം പരിശോധിച്ചാൽ. ഉത്തരം സി എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിച്ചാൽ. ചോദ്യം 45 പൂരിപ്പിക്കുക. ജോർദാൻ്റെ മറുകരയിൽ
യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി. ഡാഷ്. എ. സ്നാനം നൽകി. ബി. അവരെ പഠിപ്പിച്ചു. സി. അവർക്ക് സൗഖ്യം നൽകി. ഡി. അവിടെ താമസിച്ചു. ഉത്തരം ഡി. അവിടെ താമസിച്ചു. ചോദ്യം 46. പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും എന്ന യേശുവിൻ്റെ പ്രസ്താവനയോട് യഹൂദർ പ്രതികരിച്ചത് എപ്രകാരമാണ്? എ. യേശുവിനെ കല്ലെറിഞ്ഞു. ബി. യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചു. സി. യേശുവിനെ പുറത്താക്കി. ഡി. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ഉത്തരം ബി. യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചു. ചോദ്യം 48. അധ്യായവും വാക്യവും എഴുതുക. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. എ. യോഹന്നാൻ 10:12. ബി. യോഹന്നാൻ 10:27. സി. യോഹന്നാൻ 10:37. ഡി. യോഹന്നാൻ 10:24. ഉത്തരം ബി. യോഹന്നാൻ 10:27. ചോദ്യം 49. അധ്യായവും വാക്യവും എഴുതുക. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. എ. യോഹന്നാൻ 10:11. ബി. യോഹന്നാൻ 10:12. സി. യോഹന്നാൻ 10:13. ഡി. യോഹന്നാൻ 10:14. ഉത്തരം എ. യോഹന്നാൻ 10:11. ചോദ്യം 50. അധ്യായവും വാക്യവും എഴുതുക. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. എ. യോഹന്നാൻ 10:25. ബി. യോഹന്നാൻ 10:15. സി. യോഹന്നാൻ 10:38. ഡി. യോഹന്നാൻ 10:35. ഉത്തരം ഡി. യോഹന്നാൻ 10:35. ഈ സെറ്റിലെ അവസാന ചോദ്യം. ചോദ്യം 51. വചനം എഴുതുക. യോഹന്നാൻ 10:14. ഉത്തരം ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.